മൈക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെ പ്രോഗ്രാമിലൂടെയും ലൈവിലൂടെയും കാണുന്നതല്ലേ. അല്ല 24 മണിക്കൂർ മൈക്ക് വെച്ചിട്ട് അതിനുള്ള ജനങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരിക്കില്ല. കണ്ടിട്ടില്ല. അവിടെ ഡീസന്റ് കഴിച്ചവർ അവരെ ടേബിളെല്ലാം സെറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന് ഓർഡർ ആയിക്കോളും. നമ്മളൊന്ന് തുടങ്ങിയിട്ട് കൊടുത്താൽ മതി. 24 hours എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് കയറുന്നതിന് വല്ല അർത്ഥമുണ്ട്. ഇപ്പം തിരിച്ചിറങ്ങാനല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. ഇനി പുറത്തിറങ്ങുമ്പോ അറിയാ ഇത് വിടക്കാണോ തനിക്കാണോ. ഞാൻ മാത്രം കഴിക്കാത്തുള്ളൂ. എന്താണ് കഴിച്ചില്ലേ അപ്പൊ? നമ്മള് പുട്ട് കഴിക്കും. ഒരു ചപ്പാത്തി ആദ്യം കഴിച്ചു. ഉറപ്പായിട്ടുണ്ടാവും ഈ വീക്കില് എന്റെ പറ്റുള്ളൂ. എല്ലാം കിട്ടിയത് പേരുണ്ട്. 2 എക്സ്ട്രാ ചിന്തിച്ചു. അല്ല, അത് പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ഫാത്തിമയെ കൂട്ടിയിട്ടില്ല ആളായിട്ട്. എണ്ണം ഇതിൽ കൂട്ടിയിട്ടില്ല. അത് ഒരു ഏതെങ്കിലും ഒരു കട്ടിൽ ഒരാളുടെ കൂടെ കിടക്കും. അങ്ങനെ കൂട്ടിയിട്ടുണ്ട്. സന്തോഷമായില്ലേ? പിന്നെ മറ്റേവർക്ക് രണ്ടുപേർക്കും ഒരു ബെഡേ കൂട്ടിയിട്ടുള്ളൂ. അല്ല, ഇത്രയും ലെങ്ത് അല്ലേ? ആർക്കാണ്? അപ്പൊ അങ്ങനെ നോക്കുമ്പോ കറക്കല്ലേ. വല്ലാത്ത ഇന്നലെ എല്ലാത്തിനോട് ഒറ്റയ്ക്കൊരെണ്ണം എടുത്തോണ്ട് വരാം. അക്ബറിനെ പോലെ ഭീമാകാരന്മാരുണ്ടായിട്ട് ഒറ്റയ്ക്ക് ഒരു ബെഡ് ഫാത്തിമ എടുത്തു കഴിച്ചില്ല. അതിന് ബോഡി ഉച്ചമല്ലായിരുന്നോ ഇന്നലെ? ഞങ്ങള് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കഴിക്കില്ല. ചിലപ്പോ നമ്മള് വളർന്നു വന്ന സാഹചര്യമായിരിക്കും കേട്ടോ. നമ്മുടെ കൂട്ടുകാർക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് പിന്നെ തടിയാന്ന് വിളിച്ചാൽ പെട്ടെന്ന് ബോഡി എല്ലാ കൂട്ടുകാരന്മാരും നമ്മുടെ സർക്കിൾ എല്ലാവരും വിളിക്കുന്നത്. എന്ത് വേണേലും ബോഡി ഷെയിം ആക്കാം നമുക്ക്. ഇപ്പൊ അങ്ങനത്തെ ഒരു ബോഡി ഷെയിമിംഗ് എന്ന് പറയുന്ന അവസ്ഥ അങ്ങനെ ആക്കി എടുക്കാം. തമാശക്ക് വിളിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഒക്കെ. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് സൗഹൃദം അല്ലേ? നമ്മള് കൊച്ചു കൊച്ചു കുറുമ്പും കൊച്ചു കൊച്ചു വേണ്ട. ഓ, നിങ്ങളൊക്കെ മറ്റേ